കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു ദൈവവചനം നമുക്ക് ചിന്തിക്കാം. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് തത്രപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ജോലിക്ക് പോകുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയാണ്. നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, നമ്മുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടും അധ്വാനിച്ചുമൊക്കെ നമ്മുടെ ആഹാരത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇവിടെ യേശു കർത്താവ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അതിനായി പിതാവായ ദൈവം അവനെ മുദ്രയിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് വേണ്ടി ആഹാരം നൽകുന്ന, നമ്മുടെ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ഒരു ആഹാരം, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ആഹാരമെല്ലാം, നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആഹാരമെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അത് കേടായി പോകും, അതെല്ലാം നശിച്ചു പോകും. അതൊക്കെ നശിച്ചു പോകുന്നതും നിലനിൽക്കാത്തതുമാണ്. എന്നാൽ യേശു കർത്താവ് പറയാ, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന, ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം യേശു കർത്താവിന് നമുക്ക് തരാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്ന യേശു കർത്താവ് ഇവിടെ പറയാ, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. യേശുവിൽ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നിത്യജീവൻ്റെ ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തരാൻ ഈ ഭൂമിയിലെ ഒരു കമ്പനിക്കും പറ്റിയല്ല, ഒരു മുതലാളിക്കും പറ്റിയല്ല, ഒരു വ്യക്തിക്കും നിങ്ങളുടെ ബോസിന് അത് നിങ്ങൾക്ക് തരാൻ പറ്റിയല്ല. യേശു കർത്താവേ അത് തരത്തുള്ളൂ. കർത്താവ് പറയാം, അത് യേശുവാണ് തരുന്നത്, അത് ഞാനാണ് നിങ്ങൾക്ക് തരുന്നത്. മാത്രമല്ല, അതിനായിട്ട് യേശുവിനെ പിതാവ് ആക്കി വച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നിത്യജീവന് വേണ്ടിയുള്ളത്, നമ്മുടെ നിത്യജീവൻ നിലനിൽപ്പിന് വേണ്ടിയുള്ളത് കർത്താവാണ് നമുക്ക് തരുന്നത്. ഈ ഭൂമി കാണുന്നതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഇട്ടേച്ചു പോകും. അതും കർത്താവ് നമുക്ക് തരും. ഈ ഭൂമിയിലെ ആവശ്യത്തിന് വേണ്ടതെല്ലാം, ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം യഥാസമയങ്ങളിൽ കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് മാത്രം കർത്താവ് നിർത്തുന്നില്ല. നമുക്ക് നിത്യജീവനിലേക്ക്, നമ്മുടെ നിത്യജീവന് വേണ്ടിയും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. ആ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി ജീവിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ. അതിനായി നമുക്ക് കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഈ ഭൂമിയിൽ നിലനിൽക്കാൻ മാത്രമല്ല കർത്താവെ, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി ജീവിക്കാൻ, ആ ദൈവിക കരുതൽ അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെല്ലാം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ഞങ്ങൾ അതിൽ ആശ്രയിക്കുന്നു. യേശുവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശു കർത്താവെ, അതിനായി ഞങ്ങളെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി നിലനിൽക്കാൻ, ജീവിക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ.